നേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ അകത്ത്. ഇപ്പം ഒരു പിക്കു എന്ന് പറഞ്ഞിട്ട് ഒരു ബീഗിളുടെ ഡോഗിൻ്റെ ഒരു ട്രാവൽ ഉണ്ട്. പിന്നെ വേറെയും 1-2 ഈ അനിമൽസ്, ഐ മീൻ ഒരു ബീ, അതുപോലെ തന്നെ ഒരു റാറ്റ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, ഒത്തിരി റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ദേ ആർ ഓൾ ഇന്റർ കണക്റ്റഡ്. ഈ സബ്ജക്റ്റുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് ഇതെല്ലാം. ഇവരുടെ ലൈഫുമായിട്ടും കണക്റ്റഡ് ആണ്. നമുക്ക് ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതന്നെ എങ്ങനെയാണ് ഇപ്പൊ എന്താ പറയുക, അദ്ദേഹം ആദ്യമായിട്ടാണ് സംവിധാനം ചെയ്തത് ഈ ഒരു കഥ. ഇതിലേക്ക് വന്നപ്പോഴേക്കും ഫൈനലി പ്രോഡക്റ്റ് കണ്ടിട്ട് പൂർണ്ണമായി കണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ സിനിമയെ കുറിച്ച്? എനിക്ക് കണ്ടെടുത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഫസ്റ്റ് പിച്ച് ഡെക്ക് കാണിച്ചപ്പോൾ എന്താണോ ജിഷോ ചേട്ടൻ, കിരൺ ചേട്ടനാണേലും അത് എന്ത് കൺവേ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, അത് അതേ ഒരു മൂഡിൽ, അതേ ഒരു ലെവലിൽ അവർക്ക് അത് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മ്യൂസിക് ആണെങ്കിലും കാണാനുള്ള വിഷ്വൽസ് ആണെങ്കിലും എല്ലാ രീതിയിലും ആ ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പം അത് ഭയങ്കര നന്നായിട്ട് തന്നെ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ ട്രെയിലർ ആണെങ്കിലും ടീസർ ആണെങ്കിലും അതിലത്തെ മ്യൂസിക് ഒക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് മലയാളത്തിൽ അങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മ്യൂസിക് സ്റ്റൈലോ ഒന്നും. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്.